وإن كان مثقال حبة من خردل أتينا بها. നിങ്ങൾ ആരും അറിയാതെ ക്ലോസ്ഡ് നിങ്ങളുടെ റൂമുകളിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്വകാര്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ സ്വകാര്യമായ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആരെപ്പറ്റിയെല്ലാം പറഞ്ഞോ, ഓരോ അണുമണി തൂക്കവും അല്ലാഹു നാളെ വിചാരണക്കെടുത്തുദ്ധരിക്കും. നിങ്ങൾ ഇപ്പറഞ്ഞത് ശരിയായിരുന്നോ, ഇപ്പറഞ്ഞത് നുണയായിരുന്നില്ലേ, ആരോപണമായിരുന്നില്ലേ, ഗീബത്തായിരുന്നില്ലേ, നമീമത്തായിരുന്നില്ലേ എന്ന് നീതിയുടെ തുലാസ് തൂക്കി അല്ലാഹു നാളെ വിചാരണ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുകയാണ്. വകഫാ ബിനാ ഹാസിബീൻ. വിചാരണ ചെയ്യാൻ അല്ലാഹുവിനോളം മതിയായവർ ആരാണുള്ളത്? മഹാനായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു അബസയാൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവസാനമായി ഒന്നുകൂടെ ജനങ്ങളുടെ ചോരയോ ശരീരത്തിലോ അഭിമാനത്തിലോ കൈയിട്ട് വാരരുത്. ജനങ്ങളെ ആരെയും നമ്മൾ വിചാരണ ചെയ്യരുത്. ഒരാളെക്കുറിച്ചും മോശമായ അഭിപ്രായം പറയരുത്. ഇതൊക്കെ ശരീഅത്തുൽ ഇസ്ലാം പറയണത്. യൂട്യൂബ് നടത്തുന്നവർക്ക് പിന്നെ അതൊന്നും ബാധകമല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ടാക്കി വിടുന്നവരിപ്പോൾ എന്ത് കാര്യം? 4 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവന് രക്ഷപ്പെട്ടു എന്ന് അവന് വിചാരിക്കണത്. അത് ഇവിടെ രക്ഷപ്പെടൂല. ഒരു ഖഡ്ഗമണി അത്ര നിങ്ങൾ അനീതി ചെയ്തിട്ടുണ്ടോ, നുണ പറഞ്ഞിട്ടുണ്ടോ, അതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടി വരും.